നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സ്കോഡ സ്ലാവിയ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2022 സ്കോഡ സ്ലാവിയ ഇന്ത്യയിൽ ജന്മം കൊണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഇവരുടെ ഏറ്റവും ഗംഭീരമായ MQB IN എന്ന പ്ലാറ്റ്ഫോമിലാണ് വന്നത്. IN എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് 95% ലോക്കലൈസേഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അതായത് ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ അതിനുശേഷം ഈ ഒരു 4 കൊല്ലം കൊണ്ട് ഏതാണ്ട് 75,000-ഓളം യൂണിറ്റുകളാണ് സ്ലാവിയുടേതായിട്ട് വിറ്റഴിഞ്ഞത്. എല്ലാ മാസവും കൃത്യമായി 1000 യൂണിറ്റെങ്കിലും വിറ്റുകൊണ്ടിരിക്കുന്നു. ഈവൻ കഴിഞ്ഞ മാസം പോലും 993 യൂണിറ്റൊക്കെ വിൽക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ മോശമല്ലാത്ത വിൽപ്പന നേടിക്കൊണ്ടിരിക്കുന്നൊരു വാഹനമാണ്. എന്തുകൊണ്ടാണ് മോശമല്ലാത്ത വിൽപ്പന എന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ, ഇപ്പോൾ അങ്ങനെ ആരും കാര്യമായി മൈൻഡ് ചെയ്യാത്ത ഒരു സെഗ്മെൻറ്റാണ് സെഡാനുകളുടേത്. പക്ഷേ ഇത് സെഡാനായിട്ട് പോലും അത്രയും വിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് മോശം കാര്യമല്ല. ഇപ്പോഴും സെഡാൻ ലവേഴ്സ് ധാരാളം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതുമ എന്ന് പറയുന്നത്, ഇതിൽ 1 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനിലും ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് വന്നെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ അത് കുഷാക്കിൽ കണ്ടിരുന്നു. അതേ ഗിയർ ബോക്സ് തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 6 സ്പീഡ് മാറ്റിയിട്ട് 8 സ്പീഡായി. കൂടാതെ ഒരു 1.5 ലിറ്റർ എഞ്ചിൻ കൂടിയുണ്ട്. അതിൽ ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ഉണ്ട്. ഇതിലൊരു 6 സ്പീഡ് മാനുവൽ കൂടിയുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഇൻറ്റീരിയറിലെ സ്ക്രീനൊക്കെ അല്പം വലുതായിട്ടുണ്ട്. കൂടാതെ മുൻഭാഗത്ത് കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ എപ്പോഴും സ്കോഡയുടെ വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ടല്ലോ, മുൻഭാഗം കണ്ടാൽ അപ്പം തന്നെ മനസ്സിലാവും സ്കോഡയാണെന്ന്. കാരണം ഈ ഒരു തരം ഗ്രില്ല്, ഈ ഒരു രൂപത്തിലുള്ള ഗ്രില്ല്, അത് യാതൊരു മാറ്റവും സ്കോഡ ഒരിക്കലും വരുത്താറില്ല. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു രൂപം അതെവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും സ്കോഡയുടെ ഏറ്റവും മനോഹരമായ വാഹനങ്ങളിലൊന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബിൽ ക്വാളിറ്റി ആയാലും അതോടൊപ്പം തന്നെ ആ ഒരു സ്റ്റേഡിനെസ്, നമ്മൾ എത്ര സ്പീഡിൽ ഹൈവേയിലൊക്കെ പോയാലും കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, അത്തരം കാര്യങ്ങളെല്ലാം സ്ലാവിയയിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ലാവിയ ഇപ്പോഴും സെഡാനുകളുടെ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നതെന്ന് പറയാം. ആദ്യകാലത്ത് വന്നപ്പോൾ ഇതായിരുന്നു ഏറ്റവും അധികം വീൽ ബേസ് ഉള്ളൊരു സെഡാനെങ്കിൽ പിന്നീട് അതിനേക്കാളൊക്കെ കൂടിയ വീൽ ബേസ് ഉള്ള വാഹനങ്ങളൊക്കെ വന്നു. എങ്കിൽ പോലും ഇൻറ്റീരിയർ സ്പേസും ഒട്ടും മോശമല്ല. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, മുൻഭാഗത്ത് ഗ്രില്ലിൻ്റെ രൂപത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കും അതുപോലെ തന്നെ ആ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷൊക്കെ ഉണ്ട്. പക്ഷേ ആ രൂപം അതെവിടെ നിലനിർത്തിയിരിക്കുന്നു. അല്പം കൂടി എനിക്ക് തോന്നുന്നു അല്പം കൂടി ഒന്ന് വിടർന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു രൂപം അല്പം കൂടി വിടർന്നിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ ഭാഗം കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണായിട്ടാണ് താഴേക്കുള്ള ഭാഗം കാണുന്നത്. ധാരാളം സ്ലാട്ടുകളുള്ള ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അതുപോലെ താഴെയായിട്ടും ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ പാടെ മാറ്റം വന്നു. അവിടുത്തെ ആ ഒരു എലമെൻസൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി ഭംഗിയുള്ള, കുറച്ച് ബോൾഡായിട്ടുള്ള എലമെൻസാണ് ഏറ്റവും താഴെയായിട്ട് വന്നിരിക്കുന്നത്. ഹെഡ്ലാമ്പിൻ്റെ കാര്യത്തിലും പാടെ മാറ്റം സംഭവിച്ചു. കുറച്ചുകൂടെ സ്ലീക്കായിട്ടുള്ള ഹെഡ്ലാമ്പാണ് വന്നിരിക്കുന്നത്. അതിലിങ്ങനെ അല്പം വിട്ടുള്ള ഒരു DRL, അത് കുറച്ച് ഭംഗിയായിരിക്കും ഓടി വരുന്നത് കാണാൻ. പിന്നെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, അതും സ്കോഡയുടെ പഴയകാല കുത്തകയാണ്. അതുകൊണ്ട് മനോഹരമായ LED ഹെഡ്ലാമ്പുകൾ, നല്ല എലമെൻ്റൊക്കെയാണ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. അത് ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയർ ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ വളരെ ഷാർപ്പാണ്. അതോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ളതുമാണ്. എങ്കിൽ പോലും മുൻഭാഗത്ത് നിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് ഏറ്റവും പുതിയ സ്ലാവിയല്ലേ എന്ന് പറയണമെങ്കിൽ ഓട്ടോമൊബൈൽ വിദഗ്ധന്മാർക്ക് മാത്രമേ പറ്റൂ. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചുള്ളൂ. പക്ഷേ കുറച്ച് ഷാർപ്പായി, കുറച്ചുകൂടി എന്താണ് അതിൻ്റെ ഒരു ഗമ കൂടി എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ബമ്പറിലുള്ള ആ ഒരു പവർ ലൈനുകളായാലും അതോടൊപ്പം തന്നെ ഇവിടെ കാണുന്ന സ്കോഡയുടെ ഏറ്റവും പുതിയ ലോഗോ ആയാലും ഒക്കെ തന്നെ പഴയ സ്ലാവിയ തന്നെയാണ് ഓർപ്പിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണ്. അതുകൊണ്ട് തന്നെ 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീലിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അലൂമിനിയം ഫിനിഷും അതുപോലെ അവിടെ ഒരല്പം ആഷ് നിറമുള്ളൊരു ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈൽ, അതായത് നമ്മുടെ വശക്കാഴ്ചയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വാഹനം. സ്കോഡയുടെ ഏതൊരു വാഹനവും ഏതൊരു മോഡലും പണ്ട് തൊട്ട് തന്നെ നല്ല രസമാണ് സൈഡ് പ്രൊഫൈലൊക്കെ കാണാൻ. ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. വളരെ ബോൾഡായിട്ടുള്ള ബോഡി ലൈനുകൾ നിലനിർത്തിയിട്ടുണ്ട്. താഴെയായിട്ടും ഉള്ള ആ ഒരു ബെൽറ്റ് ലൈനിൻ്റെ ഭാഗത്തുമൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. വിശാലമായ ഗ്ലാസ് ഏരിയ, അതുപോലെ തന്നെ കോർണർ ഗ്ലാസ്, അത്തരം കാര്യങ്ങളിലൊന്നും മാറ്റമില്ല. എനിക്കൊന്ന് സൈഡ് പ്രൊഫൈലിൽ യാതൊരു മാറ്റം വേറെ സംഭവിച്ചിട്ടില്ല. ആകെ അലോയ് ഒരു മാറ്റം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ കാര്യം, ഇവരിപ്പോൾ ഈ വാഹനം തരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇതിപ്പോൾ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ മാത്രമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലെ താജ് ലാൻഡ് സെൻറ്ററിലാണ്. ഇവിടെയാണ് നമുക്കിപ്പോൾ വോക്ക് അറൗണ്ട് വീഡിയോ തന്നിരിക്കുന്നത്. നാളെ ഇതിൻ്റെ ലോഞ്ചാണ്. പക്ഷേ അത് കഴിഞ്ഞ് മറ്റന്നാളായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പം ഇന്നലെ ലോഞ്ച് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സ്കോഡ എന്നുള്ള ഈ ബാഡ്ജിങ്ങിൻ്റെ ചുറ്റും കൊടുത്തിരിക്കുന്ന ഈ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം, അതിലുള്ള ലൈനുകൾ അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. സ്കോഡ എന്നുള്ള നീട്ടിപ്പരത്തി എഴുതിയിട്ടുമുണ്ട്. മുൻഭാഗത്തെ പോലെ തന്നെ വളരെ ഷാർപ്പും എന്നാൽ വളരെ മെലിഞ്ഞതുമായിട്ടുള്ള ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ എലമെൻറ്റ്സ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള LED എലമെൻറ്റ്സൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കിയാൽ ആ ഒരു ഏരിയ വളരെ ചെറുതാണെന്ന് തന്നെ തോന്നാം. സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഭംഗിയായിട്ട് വാഹനമായിട്ട് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇവിടെ ഈ ഒരു ലിപ്പിലാണ് അതിൻ്റെ ഒരു സ്പോയിലറിൻ്റെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ ആ ഒരു ക്ലാസിക് ജർമ്മൻ ആ ഒരു ടച്ചാണ് ഈ ഒരു വാഹനം നൽകുന്നത്. സ്ലാവിയ എന്നുള്ള ബാഡ്ജിങ്ങും അതുപോലെ തന്നെ സ്കോഡയെ മാത്രമേ കാണുള്ളൂ. അതായത് ഇതിൻ്റെ അകത്ത് ഏത് എഞ്ചിൻ ഓപ്ഷനാണ്, അത്തരം എഞ്ചിൻ വേരിയൻ്റാണ്, അത്തരം കാര്യമൊന്നും കൊടുത്തിട്ടില്ല.
ഇവിടേക്ക് വരുമ്പോഴും ഇവിടെ ഈ ഒരു വലിയ ബമ്പർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും ഇവിടെ ഒരു ഹണിക്കോമ്പ് പോലുള്ള ഒരു ചെറിയ ഫിനിഷും കൊടുത്തിരിക്കുന്നു. സ്ലാവിയുടെ കാര്യത്തിൽ ബൂട്ട് സ്പേസ് ഒട്ടും മോശമല്ല. 521 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. വളരെ ഫ്ലാറ്റാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു സാധനവും സുഖമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അമ്മേ മഹാമായി, സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഫുൾ സൈസ് ടയർ അല്ല കൊടുത്തിരിക്കുന്നത്. എങ്കിലും മോശമല്ല. പങ്ക്ചർ കിറ്റല്ല കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല ബൂട്ടിൻ്റെ കാര്യത്തിൽ. 179 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതും ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. സ്കോഡയുടെ കാര്യത്തിൽ ഇന്ത്യൻ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം അത്തരം കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഒന്ന് റിഫ്രഷ് ആയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ഈ ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് മറ്റ് ഒരു വാഹനങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റങ്ങളെല്ലാം സ്വാഗതാർഹമാണെന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം അല്ലേ. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കാണുന്നത്, നിങ്ങൾ ഇതുവരെ സ്ലാവിയ ഓടിച്ചിരുന്ന ആളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം വലിയ സ്ക്രീൻ വന്നല്ലോ എന്നുള്ള കാര്യമാണ്. 8 ഇഞ്ചായിരുന്നു 10.25 ഇഞ്ചായിട്ട് മാറിയിട്ടുണ്ട്. അത് ഏതായാലും വളരെ ഭംഗിയായിട്ട് അത് പല വാഹന നിർമ്മാതാക്കളും കണ്ടുപിടിക്കേണ്ടതാണ്. അതായത് ഒട്ടും തന്നെ മുകളിലേക്ക് നിൽക്കുന്നില്ല, കൃത്യമായും ഡാഷ്ബോർഡിൻ്റെ താഴെ ഒതുങ്ങി നിൽക്കുകയാണെന്ന് മാത്രമല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ സ്ക്രീൻ അങ്ങനെ വലുതായി. അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. വെഹിക്കിൾ സ്റ്റാറ്റസ് മറ്റേ ഷോണൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ നോക്കട്ടെ, ആപ്പുകൾ, ഇഷ്ടംപോലെ ആപ്പുകൾ. അതുപോലെ തന്നെ ടേൺ ടു ടേൺ ഇൻഡിക്കേറ്റർ, ടേൺ ടു ടേൺ നാവിഗേഷൻ നമുക്ക് ഇതിൽ കാണാൻ കേട്ടോ, ഞാൻ പറയാനെപ്പറ്റി. എങ്കിലും അത്തരം കാര്യങ്ങൾ ആമസോൺ, BBC വേൾഡ്, ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യ ടുഡേ, സ്പോട്ടിഫൈ, വെൽവെറ്റ്, വെതർ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ നല്ലൊരു റിവേഴ്സ് ക്യാമറ കാണണമല്ലോ, നോക്കട്ടെ. നല്ല റിവേഴ്സ് ക്യാമറ, അത് അതിൽ 360 ഡിഗ്രി വ്യൂ ഒക്കെ. ഇപ്പോൾ 360 ഡിഗ്രി എന്നൊന്നും പറയുമ്പോൾ ഒന്നും അല്ല കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ മഹീന്ദ്രയുടെയൊക്കെ വാഹനം കാണുമ്പോൾ 540 ഡിഗ്രി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ ചെറുതായിപ്പോയി എന്നുള്ള സത്യമാണ്. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ അങ്ങനെ അടിച്ച് കയറപ്പെടും, നമുക്ക് സന്തോഷമുള്ളൂ കേട്ടോ ആ കാര്യത്തിൽ. അതുപോലെ പിന്നെ ഇതിൻ്റെ മറ്റ് കളേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷും, ഇവിടെ ചെറിയ ആഷ് ഫിനിഷ്, പിന്നെ നല്ല ഗംഭീരമായ പീനോ ബ്ലാക്ക് ഫിനിഷ്, വീണ്ടും ഒരു ബീച്ച് ഫിനിഷ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ സ്ലാവിയയിൽ ഇവിടെ ബ്ലാക്ക് ഫിനിഷ് ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടതേ ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിലിരിപ്പോൾ സ്കോഡ മനസ്സിലാക്കുകയും അവരത് മാറ്റി ഫുൾ ബീജാക്കി. ഫുൾ ബീജ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ചെളി പിടിക്കാനുള്ള സാധ്യത കൂടെ ഉണ്ടെന്നുള്ള എന്തെങ്കിലും കുറ്റം പറയണമല്ലോ എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും അല്പം കൂടി എന്താ പറയുക, ബ്ലാക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഭംഗിയായിരുന്നു. പക്ഷേ അത് ബ്ലാക്കുള്ള ഇത് അവിടെ കിടക്കുന്നു, മോണ്ടിക്കാൾ ഒഴിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും കാണാം. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റുമൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇവിടെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. 2 C ടൈപ്പ് ചാർജേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ലിവർ, അത് ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് സീറ്റ് വെൻറ്റിലേഷനാണ്. മുന്നിലെ 2 സീറ്റുകൾക്കും വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഈ എന്താ പറയുക, അല്പനേരം ഓഫ് ആകുമ്പോൾ ഐഡിലാകുമ്പോഴത്തേക്കും വാഹനം ഓഫ് ആകുന്ന സിസ്റ്റം ഓഫ് ചെയ്യണമെങ്കിൽ, മൈക്രോ ഹൈബ്രിഡ് ഓഫ് ചെയ്യണമെങ്കിൽ അത് ഓഫ് ചെയ്യാം. ഇവിടെ ഡോറിൻ്റെ ലോക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ ഒരു ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം, കൂടാതെ ഇവിടെ ഒരു വലിയ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസ്, നല്ല ഒരു ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. സീറ്റിനൊക്കെ കംഫർട്ട് എന്ന് പറയുന്നത് അത് പിന്നെ സ്കോഡയുടെ കാര്യത്തിൽ എടുത്ത് പറഞ്ഞതല്ല, നമ്മളിങ്ങനെ പൊതിയുന്ന രീതിയിലുള്ള കംഫർട്ടബിൾ സീറ്റ്. ഇത്തിരി ഹാർഡാണ് സീറ്റ്, പക്ഷേ അതാണ് എനിക്ക് യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. സോഫ്റ്റ് ആകുമ്പോൾ നടുവേനൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തായിരുന്നു, ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഒരു ബോട്ടിൽ വയ്ക്കാം, നല്ലൊരു ആംബ്രസ്റ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അത് നമ്മൾ ഈ മഹീന്ദ്രയെ കണ്ടു കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ചെറുതാണല്ലോ എന്ന് തോന്നാത്ത രീതിയിൽ ഒരു സിംഗിൾ പെയിൻ സൺറൂഫേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇത്തരം സെഡാനുകൾ ഇങ്ങനെ പിൻഭാഗത്തേക്ക് വളഞ്ഞു പോകുന്നതുകൊണ്ട് എപ്പോഴും ഒരു സിംഗിൾ പെയിനാണ് കൊടുക്കാറുള്ളത്, അത് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീൽ പക്ക സ്കോഡയാണ്, വെറും 2 സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത്, താഴെയൊന്നും ഒന്നുമില്ല. വളരെ ശുദ്ധ ശൂന്യത അവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നല്ല മനോഹരമായ ഒരു ഗിയർ ബോക്സ് എന്നാണ് പറയേണ്ടത്. ഇത് 7 സ്പീഡ് DSG ഗിയർ ബോക്സുള്ള ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ വോളിയം കൺട്രോൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു 26 സെൻറ്റിമീറ്ററിൻ്റെ വലിയൊരു ഡിജിറ്റൽ കൺസോൾ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയായിട്ട് നിങ്ങൾക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനൊക്കെ കൊടുക്കാവുന്നതാണ്.
റോഡ് ഗൈഡ് നോട്ട് ആക്റ്റീവ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല ക്ലാരിറ്റിയുള്ള നല്ലൊരു സിസ്റ്റം. പക്ഷേ ഒട്ടും തന്നെ എന്താ പറയുക ഗിമ്മിക്സ് ഒന്നുമില്ല, നല്ല ഭംഗിയായിട്ടോടെ ഇരിക്കുന്നു. ഇത് പിന്നെ ഫോക്സ് വാഗണിൻ്റെ വാഹനങ്ങൾ സ്ഥിരം ഫോക്സ് വാഗൺ സ്കോഡ ഗ്രൂപ്പിൻ്റെ വാഹനങ്ങൾ സ്ഥിരം ഹെഡ്ലൈറ്റ് സ്വിച്ചൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ പവർ വിൻഡോയുടെയും അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെയും മറ്റേ ഫോൾഡിംഗ് ഉൾപ്പെടെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. മുൻഭാഗത്തെ 2 സീറ്റുകൾ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇഷ്ടംപോലെ സ്ഥലം നമുക്കങ്ങനെ ലെഗ് സ്പേസ് കണ്ടെത്താം. അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ല സ്ലാവി ആയതുകൊണ്ട് സ്ലാൻഡിങ് വേണമല്ലോ, അതും കൊടുത്തിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക സെഡാനുകളോട് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള മുൻഭാഗം തന്നെയാണ് പറയേണ്ടത്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാട്ടെ എൻ്റെ അമ്മ ഇങ്ങനെ ചെറിയ തോതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ, മോശമില്ലാത്ത അഡ്ജസ്റ്റ്മെൻറ്റുകൾ സ്റ്റിയറിംഗ് വീലിലും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിൻഭാഗത്തേക്ക് നിഷ്ക്രമിക്കാം. അപ്പോൾ പിൻഭാഗത്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൈ സപ്പോർട്ടാണ്. ഗംഭീര അൾട്ടിമേറ്റ് തൈ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും. നല്ല സുഖമായിട്ടിരിക്കാം, കാലൊക്കെ ചേർന്നിരിക്കുന്നു. പിന്നെ സെൻട്രൽ ടണലൊന്നും അധികം ഉയർന്നിട്ടല്ല, അതുകൊണ്ട് തന്നെ സുഖമായിട്ട് 3 പേർ കാല് വെച്ച് ഇരിക്കാൻ സാധിക്കും. പിന്നെ പോക്കറ്റുകൾ, ഇവിടെ മൊബൈൽ വയ്ക്കാവുന്ന സൂക്ഷിക്കാവുന്ന പോക്കറ്റ്, ഇവിടെ ഒരു പേപ്പേഴ്സൊക്കെ വയ്ക്കാവുന്ന പോക്കറ്റ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. 2 ചാർജിങ് പോയിന്റുകൾ ഇവിടത്തേക്ക് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് AC വെൻറ്റുമുണ്ട്. പിന്നെ ഇതാണ് നമ്മ പറഞ്ഞ മസാജ്, അതായത് പിൻ സീറ്റുകാർക്ക് മസാജ് കൊടുത്തിരിക്കുന്നു. കുഷാക്കിൽ നമ്മളത് വലിയ അത്ഭുതം പോലെ പറഞ്ഞിരുന്നെങ്കിൽ അതിപ്പോൾ സ്ലാവിയയിലേക്കും വന്നിരിക്കുന്നു. അപ്പം പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു മസാജ് ചെയ്യാൻ ബാങ്കോക്കിലൊന്നും പോകണം, പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ എല്ലായിടത്തും മുക്കിന് മസാജ് സെൻറ്റേഴ്സാണ്. ഇപ്പോൾ ആ പറയുന്നത് വലിയ പ്രസക്തിയില്ല. എന്നാൽ പോലും നിങ്ങളുടെ കാറിൽ പോലും മസാജ് കിട്ടുമെന്നേ പറയേണ്ടതുള്ളൂ. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് സുഖമായിട്ട് കൈവച്ചൊക്കെ ഇരിക്കാം. അവിടെ ചെറിയൊരു ബോട്ടിലൊക്കെ വയ്ക്കാം. നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ നല്ല മ്യൂസിക് സിസ്റ്റം ഉണ്ട് കേട്ടോ, അതിനെപ്പറ്റി പറയാൻ വിട്ടുപോയി. അങ്ങനെ ബ്രാൻഡഡായിട്ടൊന്നും അവർ പറയുന്നില്ല, എങ്കിൽ നല്ല മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു വിൻഡോ ലൈനാണ്. അതുകൊണ്ട് അവിടെ അല്പം കുഴി തോന്നും പിൻഭാഗത്തിരിക്കുമ്പോൾ. പിന്നെ സഡാനുകളുടെയൊക്കെ രീതി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിർമ്മാണ നിലവാരമായാലും എലഗൻസ് ആയാലും പ്രൗഢിയായാലും ആ ഒരു തറവാടിത്തം അന്തസ്സ് തുടങ്ങിയ എല്ലാം ഒത്തിണങ്ങിയ ഒരു ചെക്കനെ വേണമെങ്കിൽ അതാണ് നമ്മുടെ സ്ലാവിയ. അപ്പോൾ നമുക്കിനി ശ്യാമേ മോണ്ടി കാർലോയും കൂടെ കാണാം അല്ലേ, എന്നിട്ട് നമുക്ക് സ്ലാവിയയുടെ ഓട്ടപ്രദർശനം അവസാനിപ്പിക്കാം. ഓക്കെ. സ്ലാവിയ വാങ്ങിക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് ഇതായിരിക്കും, മോണ്ടി കാർലോ എഡിഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്കോഡയുടെ പല വാഹനങ്ങളും നമ്മൾ കാണാറുള്ളതാണ്. ഫുൾ ബ്ലാക്ക് ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ തന്നെ കാണുന്ന പോലെ മുൻഭാഗം മുഴുവൻ നമ്മൾ നേരത്തെ കണ്ട സ്ലാവിയ പോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ താഴത്തെ ഭാഗങ്ങളെല്ലാം തന്നെ ഫുൾ ബ്ലാക്ക്, അതിൻ്റെ ഭംഗിയുണ്ട്. അതിൽ ഈ ഒരു LED ലൈറ്റ് ഇടുന്ന നിൽക്കുന്ന കാണുമ്പോൾ അതിലും ഭംഗിയുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള കാര്യം ഇതിൻ്റെ അലോയിലാണ്. അത് ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലും അതിൽ റെഡ് കാലിപ്പേഴ്സ് കൊടുത്തതോടുകൂടി സംഗതി വിട്ടുപോയി, കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയാണ്. ഇവിടെ മോണ്ടി കാർലോ എന്നുള്ള ബാഡ്ജിങ് കാണാം. അതുപോലെ സൈഡ് പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ പിൻഭാഗത്താണെങ്കിലും ഈ കാണുന്ന LED എലമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുമ്പോഴാണ്. അതിൻ്റെ ഭംഗി നമ്മളിവിടെ കാണുന്നു. മോണ്ടി കാർലോ 1.5 TSI എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എക്സ്റ്റീരിയർ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാണ് എടുക്കാൻ പോകുന്നത്. ഇനി എൻ്റെ ഇൻറ്റീരിയർ കൂടെ കാണാം. ഇൻറ്റീരിയർ അതിലും രക്ഷയില്ലാത്ത സംഭവമാണ്. ഇൻറ്റീരിയറിൽ ഭാഷ കയറിക്കോ. ഇൻറ്റീരിയറിലും ഫുൾ ബ്ലാക്കും അതോടൊപ്പം തന്നെ ഇവിടെ ചെറിയ തോതിൽ ഒരു റെഡിഷ് കളർ കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു ഭംഗി കൂടെ ആകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ റെഡ് സ്റ്റിച്ചിങ് ഉള്ള കാര്യങ്ങൾ, ആംബിയൻ ലൈറ്റിലെ ആ റെഡ്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്നാണ് പറയേണ്ടത്. പിന്നെ എവിടെയുള്ളത് എവിടെയെങ്കിലും ഒരു മോണ്ടി കാർലോ എഡിഷൻ മോണ്ടി കാർലോ എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ ഹെഡ് റെസ്റ്റിൽ കാണാം. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുൾ ബ്ലാക്കിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ടത് മോണ്ടി കാർലോയിലേക്കാണ്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സ്ലാവിയയുടെ ഫേസ് ലിഫ്റ്റാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. മോണ്ടി കാർലോയും കണ്ടു, സ്ലാവിയയും കണ്ടു, തന്നെയല്ല ഈ കളറ് കണ്ടു. നല്ല മനോഹരമായ നല്ല എന്താ കണ്ടത് ജെയിംസ് മിട്ടായുടെ പോലത്തെ കളേഴ്സാണ്. എനിക്ക് തോന്നുന്നത് 10 കളേഴ്സ് ഉണ്ട് ഇതിന്. 10 കളേഴ്സും വളരെ ഡിഫറൻ്റാണ്. ഇപ്പോൾ മാരുതിയൊന്നും അത്രയധികം കളർ ഡിഫറൻസുകൾ കൊണ്ടുവരാറില്ലെങ്കിൽ സ്കോഡ അതും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകുമ്പോൾ ആരായാലും നോക്കിപ്പോകും. അപ്പം പുതുതായിട്ട് വന്നിരിക്കുന്നത് ഞാൻ പറയാം 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള മോഡലാണ്. അപ്പോൾ 7 സ്പീഡ് DSG എന്ന് പറഞ്ഞാൽ DC ഗിയർ ബോക്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ. പക്ഷേ ടോക്ക് കൺവേർട്ടർ ആകുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗംഭീരമായ ഒരു 1 ലിറ്റർ എന്താ പറയുക 8 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കുള്ള വാഹനം വേണമെങ്കിൽ, അതും സെഡാൻ വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങളൊന്ന് ഇത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം. തന്നെയുള്ള സ്കോഡ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണ നിലവാരം ആരോടും പറഞ്ഞറിയിക്കേണ്ടതുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മുംബൈയിലെ താജ് ലാൻഡ് സെന്ററിൽ നിന്നും